ഞങ്ങൾ വയനാട്ടിൽ ജനിച്ചു വളർന്ന ആളുകൾ, പ്രത്യേകിച്ചും 70കളിലും 80കളിലും ഒക്കെ ജനിച്ച ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് ആക്സസും കണക്റ്റുമാണ്. കാരണം ഫ്രം ദ നിയറസ്റ്റ് സിറ്റി, ബി ഇറ്റ് കണ്ണൂർ, കോഴിക്കോട് ഓർ മൈസൂർ, ഇറ്റ് ടേക്സ് എനിവെയർ ബിറ്റ്വീൻ 3 to 6 hours to reach here. So you guys have traversed long distances to be here, to be speaking to the people of Wayanad, to make that connect. Thank you, gentlemen, for making it to Wayanad Literature Festival. ഈ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകത, ഓഫ് കോഴ്സ് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ 2ാം എഡിഷനിലേക്ക് എത്തുമ്പോഴുള്ളത് കലയും സംസ്കാരവും ലിറ്ററേച്ചറും ഒക്കെ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ബിസിനസ്സും ടെക്നോളജിയുമൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് കേരളത്തെ സംബന്ധിച്ചും വയനാടിനെ സംബന്ധിച്ചും വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. സോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട്, ഈസ് കേരള ചേഞ്ചിങ്? ആർ വി ബിക്കമിങ് മോർ ബിസിനസ് ഫ്രണ്ട്ലി? What are the business and economic trends in Kerala, and what else need to be done? So I'll start off with Dr. Venu, sir. You have been the top bureaucrat of the state. കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുമ്പം എപ്പോഴും ഉള്ള ഒരു ഡോമിനൻ്റ് നരേറ്റീവ്, ആൻഡ് വി ആർ ഓഫ് കോഴ്സ് we share border with 2 large industrial states. ഇപ്പോൾ കർണാടകത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും, തമിഴ്നാട്ടിൽ ഹ്യുണ്ടായി ബിഗ് ഓട്ടോമോട്ടീവ് പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹൊസൂറിൽ വലിയ EV മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ പാർക്സ് ഉണ്ട്. ഇപ്പം കർണാടകയിലാണെങ്കിൽ ടൊയോട്ട അല്ലെങ്കിൽ വിൻസ്ട്രോം ഐഫോൺ മാനുഫാക്ചറിങ്, ആപ്പിളിൻ്റെ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട്. അതേപോലെയുള്ള ലാർജ് ഹെവി ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ് മറ്റ് സ്റ്റേറ്റ്സിൽ വരുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇത് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു നരേറ്റീവിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം വി ആർ ആൻ ഇക്കോളജിക്കലി ഫ്രജൈൽ പോപ്പുലേഷൻ ഡെൻസ് സ്റ്റേറ്റ്. സോ വി കനോട്ട് അഫോർഡ് ടു ഹാവ് സച്ച് ലാർജ് ഇൻഡസ്ട്രീസ്. വി ഡു നോട്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ലാൻഡ്. അതുകൊണ്ട് ഈ 2025 നമ്മൾ കാലെടുത്ത് കുത്തുമ്പോൾ കേരളത്തിൻ്റെ ഒരു ബ്രോഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എന്താണ്? നമ്മുടെ വാട്ട് ഈസ് അവർ പോളിസി ഫ്രെയിംവർക്ക്, വെദർ ഇറ്റ് ആക്ച്വലി takes into account all these factors. Thank you. I'll start by saying it's an honor to be part of this very extremely learned set of people, leaders in business. ഈ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇതുപോലത്തെ ഒരു വേദി എനിക്ക് തന്നതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ ബിസിനസ് വളർച്ചയെക്കുറിച്ചിട്ടുള്ള ഒരു സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതൊക്കെ ഐ വുഡ് സേ ദീസ് ആർ നോ ബ്രെയിനേഴ്സ്, ദീസ് ആർ ഗിവൻസ്. ഭൂമിയില്ല, ഇവിടെ എല്ലാ വരുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസെഷണലായിട്ട് കൊടുക്കാനുള്ള ഒരു പോളിസി ഫ്രെയിംവർക്ക് ഇല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് ഒരു നിമിഷം പോലും ചെലവഴിക്കരുതെന്നുള്ളതാണ് ഞാൻ പറയാറുള്ളത്. നമ്മുടെ സാധ്യതകൾ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ 3-4 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, ഫോക്കസ് ഓൺ അവർ പോസിറ്റീവ്സ്, ഫോക്കസ് ഓൺ അവർ സ്ട്രെങ്ത്സ്. അപ്പോൾ അതിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, നമ്മളിപ്പം ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്കിൽ സെറ്റ്സിലായാലും അല്ലെങ്കിൽ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള വ്യവസായങ്ങളായാലും, വെദർ ഇറ്റ് ഇസ് IT സർവീസസ്, അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ there is a large pool of Malayali boys and girls, youngsters who are employed there. അവർക്ക് എങ്ങനെയാണ് ഇവിടെ അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചാലഞ്ച്. ആ ചാലഞ്ച് നമുക്ക്, ഇറ്റ് ഈസ് എ വെരി വെരി ടൈറ്റ് കോമ്പറ്റിറ്റീവ് വേൾഡ്. നമ്മൾ 1-2 പുതിയ പാർക്കുകൾ നിർമ്മിച്ചത് കൊണ്ടൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വി ഹാവ് ടു കീപ്പ് അവർ ഫോക്കസ് ഓൺ ദീസ് പീപ്പിൾ. ദീസ് ആർ ദ പീപ്പിൾ ഹു ഹാവ് ടു കം ആൻഡ് വർക്ക് ഹിയർ. നമ്മുടെ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് നോക്കേണ്ടത്. അവിടെ എനിക്ക് പ്രകാശത്തിൻ്റെ ഒരു വലിയ ഒരു ലോകം കാണുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ മോഡൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇന്ത്യയിലെ കേരളത്തിലാണ്. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ ഏത് ഡേറ്റ പോയിൻ്റ് എടുത്താലും വി ആർ മൈൽസ് അഹെഡ്. സോ നമ്മൾ പറയുന്നത് കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ടാണ് ഈ സ്റ്റാർട്ടപ്സിൽ വലിയ ഒരു കോൺസെൻട്രേഷൻ വന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസെൻറ്റീവ്സും അങ്ങനെയൊക്കെയുണ്ട്.
കേരള ഹാസ് ജംപ്ഡ് ഓൺ ടു ദാറ്റ് വാഗൺ, റൈറ്റ്? അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം തന്നെ അവർ എംപ്ലോയ്മെൻറ്റ് സെക്ടറിൽ ധാരാളം ആൾക്കാരെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ് യൂണിക്കോൺ, വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ് that bursting into the world stage. അത് നടന്നിട്ടില്ല. എന്നാലും അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ്. ഐ എം എക്സ്ട്രീംലി ഹോപ്പ്ഫുൾ that we will break through in terms of higher order IT services sector through these young brilliant minds who are running our startups. The second ഞാൻ പറയുന്നത് ടൂറിസം തന്നെയാണ്. നമ്മുടെ ടൂറിസം ഇക്കോസിസ്റ്റം ഇപ്പോൾ വി ആർ ഓൾറെഡി ദ ബ്രാൻഡ് ലീഡേഴ്സ്. പക്ഷേ എൻ്റെ വിശ്വാസം വി ഹവ് ഓൺലി സ്ക്രാച്ച് ദ സർഫസ്. നമ്മുടെ ചുറ്റും കാണുന്ന ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയും കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സസ്റ്റൈനബിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ടൂറിസം, നമ്മുടെ ഇൻബൗണ്ട് ടൂറിസം ക്യാൻ ഗോ 3 times more. അപ്പോൾ ഈ ഗ്രോത്താണ് വി ഷുഡ് ബി ഫോക്കസിങ് ഓൺ ദാറ്റ് ഗ്രോത്ത് ഏരിയ. ഇത് ധാരാളം, ബിക്കോസ് ഇറ്റ് ഈസ് എ പീപ്പിൾ ഫ്രണ്ട്ലി, പീപ്പിൾ ഓറിയൻറ്റഡ് ഇൻഡസ്ട്രി, സ്മോക്ക്ലെസ് ആണ്. കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഇന്ന് തുടങ്ങാൻ സാധിക്കും. Wayanad is a great example of how remote villages also have become attractive destinations. അപ്പോൾ ടൂറിസം രംഗത്ത് കേരളത്തിൽ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ വലിയ വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ആ വളർച്ചയിലൂടെ ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ദി തേർഡ് ഇസ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ്. ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിൽ എൻ്റെ ശക്തമായ അഭിപ്രായം, ഇന്നിപ്പോൾ നമ്മൾ ഓൾറെഡി പുറകിലാണ്. ഹൈദരാബാദ് ലീഡ്സ് ദ പാക്ക്, but also in Bangalore. But I think again, this whole AVGC area, animation, visual effects, gaming, comics, extended reality, AVGC ER മേഖലയിൽ ഇൻഡസ്ട്രീസ് വരുന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വലിയ കമ്പനീസ് വരുന്നുണ്ട്. പക്ഷേ ഐ ബിലീവ് ദാറ്റ് വലിയൊരു വർക്ക് ഫോഴ്സ്, അതിലെ ടാലൻറ്റഡ് വർക്ക് ഫോഴ്സ് കേരളീയരാണ്. അവർ എഞ്ചിനായിട്ട് മാറണം. കേരളത്തിൽ ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസിന് ഗ്രോത്തിന് വലിയ ഒരു സ്കോപ്പ് ഉണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ആൻഡ് ലാസ്റ്റ് ഐ വിൽ എൻഡ് വിത്ത് എ ബഞ്ച് ഓഫ് സ്റ്റഫ്. അതായത് ഇതൊന്നും വലിയ ബൈ ദെംസെൽസ് ദേ ആർ നോട്ട് വെരി 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 ഹ്യൂജ് ആയിട്ട് വലിയൊരു മാറാൻ പോകുന്നില്ല. ബട്ട് ബയോ സയൻസസ്, കട്ടിംഗ് എഡ്ജ് ടെക്നോളജിക്കൽ ഇതുള്ള ലൈക്ക് ബയോ സയൻസസ് അങ്ങനെയുള്ള കാര്യങ്ങളിലും കേരളത്തിന് വലിയ സ്കോപ്പ് കാണാൻ സാധിക്കും. ഐ എം സോറി ടു ടേക്ക് എ ലിറ്റിൽ ലോങ്ങർ, ബട്ട് പ്ലീസ് എക്സ്ക്യൂസ് മീ. Okay. So I'll go across to Thomas John Muthoot. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഹെവി ഇൻഡസ്ട്രീസ് മേ ബി നോട്ട് അലൈൻ ടു കേരളാസ് ഇക്കോളജി ആൻഡ് ദി പോപ്പുലേഷൻ ഡെൻസ് നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവീസ് ഇൻഡസ്ട്രീസ്, വൈൽ ഓഫ് കോഴ്സ് വി പ്രോബബ്ലി nearly miss the bus when it comes to IT industries. We did not have an Infosys, while we had a Technopark set up in 1990, maybe one of the earliest ones in the country. പക്ഷേ നമ്മൾ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ദ ടോപ്പ് 50 ഫിനാൻഷ്യൽ സർവീസ് കമ്പനീസ് 3 are from Kerala, including Muthoot Group. സോ അതേപോലെ തന്നെ ഗോൾഡ് റീറ്റെയിലിംഗ്. സോ ദെയർഫോർ നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പം കേരളത്തിൽ ബിസിനസ് വളരില്ല, അല്ലെങ്കിൽ ഓൺടർപ്രന്യൂറിയൽ കൾച്ചർ ഇല്ല എന്ന് പറയുമ്പോൾ പോലും we can actually see that there are some areas where we have demonstrated excellence. Financial service industry is one of them. So how did that happen? How did that evolve? If you could actually take us through that. Good afternoon, everyone, and thank you for inviting me and being part of this esteemed panel members. ഞാൻ ഈ കേരളത്തിലെ ബിസിനസ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഹിസ്റ്റോറിക്കലി ഇഫ് യു ഗോ ബാക്ക് 500 years, Kerala has been a very good trading hub, and there's a lot of trading that has happened pre-British times and also post-British. But over a period of time, എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓണ്ടർപ്രണർഷിപ്പ് ഒരു മൈൻഡ് സെറ്റ് അങ്ങ് മാറി. എന്ന് വെച്ചാൽ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു പ്രയാസം, ഓരോ ഫാമിലിയിൽ അങ്ങനെ പഠിക്കണം, ഒരു ജോലിയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു രീതിയിൽ പോയി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഫ്രം എ ബിസിനസ് ഫാമിലി, യു ഓൾവേസ് ഗെറ്റ് ട്യൂൺ ടു
getting into the business. ബട്ട് ഒരു എംപ്ലോയ്മെൻറ്റിലുള്ള ഒരാളുടെ ഫാമിലിയിൽ എപ്പോഴും ആ ലൈനിൽ പോകാനായിട്ടായിരിക്കും താല്പര്യം. അപ്പോൾ കൂടുതൽ ആളുകൾ അങ്ങനെ പോകാനും അങ്ങനെ ചിന്തിക്കാനും ഒക്കെ പോകുന്നതുകൊണ്ട് ചില സമയത്ത് നമ്മൾ കാണുന്നത് വെച്ചാൽ കേരളത്തിൽ ഉള്ള ആളുകൾക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ, ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ഓഫ് ടേക്കിംഗ് റിസ്ക്, ഇൻവെസ്റ്റിംഗ് ദെയർ ക്യാപിറ്റൽ. അപ്പോൾ അതിൽ ഒരു പ്രയാസം ഇടയ്ക്ക് ഇങ്ങനെ കണ്ടു വരുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷം നോക്കുവാണെങ്കിൽ ദർ ഇസ് ലോട്ട് ഓഫ് ഗുഡ് ബിസിനസ് ഹൗസസ് ഹു ഹാവ് ഗോൺ പാൻ ഇന്ത്യ. അത് ഫുട്വെയറിലായാലും മെഡിക്കൽ ഹെൽത്തിലായിരിക്കും, പിന്നെ IT, ലോട്ട് ഓഫ് സെക്ടേഴ്സ് ദാറ്റ് ഹവ് കം അപ്പ്. What I would suggest, നമ്മൾ at a very early stage in the school itself, in the curriculum we will have to include some kind of a creative problem solving. Every business has is solving a problem, and it is becoming a creative problem solving which is scaled up. അതാണ് അതിനൊരു കമേഴ്ഷ്യൽ വാല്യൂ വരുന്നത്. അപ്പം ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മൾ ഇഫ് യു ക്യാൻ ബ്രിങ് ഇൻ ദിസ് into the curriculum, creative problem solving, and it should go up to say +2. From there they will immediately get a option to start something. So പിന്നെ ഈ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ecosystem is excellent. So when these young minds are also given an option that it's not just employment or looking at jobs, there is an option for you to be an entrepreneur also. So at that very early stage, if we can bring that mindset into the young students, it will be very helpful, so that creativeness will come. Creative problem solving is very important, and risk taking ability should be there in youngsters. That is very important. Sure. I'll again sort of build on from that. So I'll go across to Ajit Isaac. Sir, you have built you studied, you worked, and you built your business outside Kerala. ഈ കേരളത്തെക്കുറിച്ച് മലയാളികളെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് മലയാളി രക്ഷപ്പെടണമെങ്കിൽ കേരളത്തിൽ പുറത്തു പോകണം. To succeed, a Malayali has to go out. Would you agree with that? Traditionally, Malayalis have taken to jobs that are they work for somebody else. So, for example, in my family, I was the first entrepreneur. So, ഞങ്ങളുടെ ഫാമിലിയിൽ it was not very to be an entrepreneur, a businessman was not a very credible thing to say. അവനൊരു businessman ആണെന്ന് പറയും. So, ഒരു കല്യാണ പ്രപ്പോസൽ ഉണ്ടെങ്കിൽ, if the Jerkin is doing business, it's supposed to be infra-dig, So, the conservatism of society, I think sometimes has also tied us down in Kerala, and we've not grown out of certain mindsets. But that they break out of when they go outside, when they work differently, etc. But also we must see this in context. A large volume of people who go out of Kerala work in sectors that are blue collar to a little bit higher than that. So, let's say in law or in medicine or in core engineering jobs, they work in India as hard as they do outside. But for want of jobs in Kerala, they take jobs outside. I mean, it's a livelihood issue. If you take coding ability of age group 15 to 29, Kerala has the largest cohort of coding capability. It's 9.8%. India's national average is 2.4%. So it's almost 4 times. Despite that, we have only 4 software parks in Kerala. Out of about 6 million people employed in the IT sector, only 250,000 people are there in Kerala in the IT sector. So clearly it's opportunity. Once you create opportunity, people stay back and work. And the last point I want to make is that in the entrepreneurial system, Kerala is today rated as among the top 10 performing entrepreneurial hubs. Like Mr. Venu said, it's a very credible, highly intense performing hub, but it needs support. Any entrepreneurial system needs facilities,
which includes IT, infrastructure and connectivity. It also needs support and funding. No large private equity funds are based in Kerala. And there is not sufficient institutional funding available for business to come. And it also has to be capacity in funding that comes across various stages, from seed to angel, to Series A, to Series B, to Series C. So once that is there, you will find the throughput of companies that's coming through. Then going to IPO. So you'll find today, every week there's 4 IPOs, but you'll find not many coming from here. So it's the entire ecosystem that has to change to create the ability to retain more people here and to... Got it. So again, so another Malayali who made it big outside. So Mr. Ayub, so you have gone from, you were raised here, അതിനുശേഷം പുറത്തു പോയി, and you became a CEO. So generally, people who come back, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഒന്നും നടക്കില്ല. Do you agree with that, sir? First of all, thank you. Subjectine question answer ചെയ്യുന്നതിന് മുന്നേ I want to start with the 2 point, because ഇത് ഒരു മിഡിൽ ഏജ്ഡ് ആൾക്കാർ വളരെ സീരിയസ് ഈ കേരള എക്കോണമിയോ ഇക്കോസിസ്റ്റോ എന്താ ഇവർ പറയുന്നതെന്ന് കേൾക്കാൻ വന്നതാണ്. അപ്പം ഞാനതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വേണു പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ തമാശയിൽ തുടങ്ങാം. സാമൂതിരി വയനാട്ടിൽ നിന്നുള്ള കുരുമുളകും സാധനങ്ങളും അറബികൾക്ക് കൊടുത്ത്, എന്നിട്ട് മൂപ്പർക്ക് കപ്പം കിട്ടി. മൂപ്പർ എന്നിട്ട് അറബികളോട് ഇവിടെ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞ് ഞങ്ങൾക്ക് മലബാറിൽ എന്നിട്ട് പുതിയാപ്പിള സിസ്റ്റം ഉണ്ടായി. അതാണ് നമ്മളുടെ ഇക്കോ സിസ്റ്റം. ഞാൻ പലപ്പോഴും കേരളത്തിൻ്റെ മനസ്സിൻ്റെ ഇക്കോ സിസ്റ്റം എന്താണെന്ന് എപ്പോൾ ആലോചിക്കലുണ്ട്. ഇപ്പോൾ മുത്തൂറ്റുകാർ ഇപ്പോൾ കോഴഞ്ചേരി ഒരു ടൗൺഷിപ്പ് ബിൽഡ് ചെയ്തു. ഞാൻ 4 ടൗൺഷിപ്പിൽ ജീവിച്ച ആളാണ്. ജംഷഡ്പൂർ, ലുഡ്വിക് ഹാഫൻ, ബാസിൽ, ഇങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം ജീവിച്ചപ്പോൾ ഞാൻ അവിടെയൊക്കെ കണ്ടത് ഒരു എൻജിനീയറിങ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ കേരളത്തിൻ്റെ എൻജിനീയറിങ് ആൻഡ് എൻ്റർപ്രൈനർ ഇക്കോസിസ്റ്റോ ഒരു ജനറ്റിക്കൽ കോഡ് ഉണ്ടോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്. എനിക്ക് തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ആൻസർ മേ ബി ലിറ്റിൽ ലോങ്ങർ. ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് തുടങ്ങിയത് എൻ്റെ തന്നെ, ഞാൻ തന്നെ സഖാവ് നായനാർ എന്ന് വിളിക്കുന്ന മൂപ്പരുള്ളപ്പോഴാണ്. പക്ഷേ ആ ടെക്നോ പാർക്കിന് ശേഷം ഇവൻ എൻ്റെ കൊളീഗ് അടക്കം, എൻ്റെ ഫെലോ ബോർഡ് മെമ്പർ അടക്കം പുറത്തു പോയിട്ടാണ് ജോലി ചെയ്തത്. എൻ്റെ കാര്യം ഒരിക്കലും ആർക്കും ഒരു കോമൺ ആയിട്ടോ ഒരു സോഷ്യൽ ഇക്കോസിസ്റ്റമായിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ പോയത് പട്ടിണി മാറ്റാനും. ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ, കേരളം പോലെയുള്ള ഒരു പീസ്ഫുള്ള്, ലോ ആൻഡ് ഓർഡർ, ഇൻ്റലക്ച്വൽ, ഇൻ്റലിജൻറ്റ് ആൻഡ് ക്രിമിനോളജിയിൽ വേൾഡിൽ ലോവസ്റ്റ് റെക്കോർഡുള്ള ഒരു സ്ഥലത്ത് ഇവിടെ ഒന്നും തുടങ്ങാൻ പറ്റില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആൾക്ക് കുഴപ്പമുള്ളതുകൊണ്ടാണ്. എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു ചോദ്യമുണ്ട്. ഡോക്ടർ ഇക്ബാൽ അമർത്യ സെൻ വന്നപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാമെന്ന് ചോദിച്ചപ്പോൾ അമർത്യ സെൻ പറഞ്ഞത്, എൻ്റെ അടുത്ത് അങ്ങനെ ക്യാപ്സ്യൂളൊന്നുമില്ല. ബിക്കോസ് നമ്മുടെ നേരത്തെ ഞാൻ വേണുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞ പോയിൻ്റ്, 1,24,000 കോടി ഉറുപ്പ്യ നമുക്ക് GDP ഇടുന്ന ടാക്സിൽ വരും. അതിൽ 65% നമ്മൾ ടാക്സ് പിരിക്കുന്നാക്കൂ, പഠിപ്പിക്കുന്നാക്കൂ, എല്ലാം കൊടുക്കുന്ന പൈസയാണ്. 60% ആ എമൗണ്ടിൻ്റെ ഈക്വൽ എമൗണ്ട് കേരളത്തിന് പുറത്തുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികൾ കൊടുത്തിട്ടാണ് കാർ ഓടുന്നതും ബസ് ഓടുന്നതും മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു എക്കണോമിക്കൽ സ്ട്രാറ്റയിൽ ഇത് റൺ ചെയ്യുന്നുണ്ട് ഈ വെഹിക്കിള്. പക്ഷേ വേണു പറഞ്ഞ പോലെ ഇനിയുള്ള കാലം, അന്ന് സാമൂതിരി 600-700 കൊല്ലം മുന്നേ ഈ കുരുമുളക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ എക്സ്ട്രാക്ഷൻ്റെ പാർക്കുകൾ വരണം ഇവിടെ. ആ പാർക്കുകൾ വരലാണ് ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മനസ്സിലുള്ള. രണ്ടാമത് ഈ പറഞ്ഞ സ്മാർട്ട് AI, ആ AI പോലെയുള്ള പുതിയ ടെക്നോളജി വരുമ്പോൾ വേൾഡ് വൈഡ് എല്ലാത്തരം പഠനങ്ങളും എല്ലാത്തരം ടെസ്റ്റുകളും ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യാണ്. ഇപ്പം തെങ്കാശിയിൽ ഞാൻ അടുത്തൊരു യാത്രയിൽ പരിചയപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് ആക്സിഡൻറ്റിൻ്റെ ഇമ്പാക്റ്റിന് വോൾവോനും ബെൻസിനും പഠനം കൊടുക്കുന്ന ഒരു കമ്പനിയുണ്ട് തെങ്കാശിയിൽ. നമ്മൾ ഇവിടുന്ന് പുനലൂരിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നാട്ടുകാർക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു പണ്ട്. അവിടെയാണ് ലോകത്തിലെ ബെൻസിൻ്റെ ഓരോ ആക്സിഡൻറ്റ് കഴിയുമ്പോഴും ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള നോളജിൻ്റെ ഔട്ട്സോഴ്സിംഗ് ആണ് നമുക്ക് അടുത്ത ഒരു പ്ലാറ്റ്ഫോം. ഇവിടെ ആരും തന്നെ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി പറയുമ്പോൾ
കേരള വുഡ് ബി ദ ബെസ്റ്റ് എന്നാണ് എൻ്റെ ആൻസർ. Thank you. I'm switching track, sir. Okay, yeah. Okay. So I would have asked him, but that's okay. I'll come to you. So, okay. So from Mr. Jayadevan, from taxman's point of view, you get the pulse whether Kerala is growing or not. From an income point of view, what do you see? So are we generating more income? So how is it? താങ്ക് യു. ആദ്യമായി ഞാനിങ്ങനെയുള്ളൊരു വലിയൊരു സദസ്സിൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലിൻ്റെ കൂടുതൽ ആൾക്കാർ ഒന്നിച്ചിരിക്കുന്ന ആദ്യമായിട്ടാണ്. ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യണ ഞാൻ ഗവൺമെൻറ് ഒരു ഇപ്പോഴും സ്റ്റിൽ ബ്യൂറോക്രാറ്റിക് ആയി കൺട്രി എന്ന് എനിക്ക് ഒപ്പീനിയൻസും പറയാൻ പറ്റില്ല. ഐ ക്യാൻ ഗിവ് യു സ്റ്റാറ്റിസ്റ്റിക്സ്. എന്നെക്കാളും ഇതിനും വളരെ കൃത്യമായിട്ട് അതോറിറ്റിയുമായി സംസാരിക്കുമ്പോൾ നമ്മൾ സഹകരിക്കുന്നില്ല. ഞങ്ങളുടെ ഓൾ ഇന്ത്യ സിസ്റ്റംസിൻ്റെ ഹെഡായിരുന്ന സാക്കിബ് തോമസ്, അതായത് ഇതിലെ ചെയർമാനും കൂടിയാണ്. സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട് സാറിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എനിവേ, ഞാൻ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കാരണം ഒരു പോപ്പുലർ പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മൾ ആൾക്കാർ കേരള എക്കണോമിനെ മനസ്സിലാക്കുന്നത്. കാരണം ഞാനൊരു സാധാരണക്കാരൻ്റെ ആംഗിൾ സംസാരിക്കുമ്പോൾ കേരളക്കാർ പൊതു ഡിസ്കഷനിലും ഒക്കെ കാണുന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് കേരളത്തിലെ എക്കണോമിനെ പറ്റിയിട്ട്. ഒന്ന് ഫോറിൻ റെമിറ്റൻസ്, രണ്ടാമത് ലിക്കർ, അടുത്ത ലോട്ടറി, ഇതിൽ ലൈനിലുണ്ട്. അപ്പോൾ ഞാൻ വരുന്നത് കേരള എക്കണോമി സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ടോട്ടൽ എക്കണോമിക്സിന് വലിയ ഈ പറയുന്ന പ്രചരിപ്പിക്കുന്ന പോലെ വലിയൊരു മോശം എക്കണോമി ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പം നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ, ഇന്ത്യയുടെ പോപ്പുലേഷൻ 2.8%, ലാൻഡ് ഏരിയ 1.2% ആണ്. പക്ഷെ നമ്മുടെ GDP നമ്മുടെ പേഴ്സൻ്റ് 4% ആണ്. ബാക്കിയുള്ള വലിയ സ്റ്റേറ്റ്സിനെക്കാളും ഭയങ്കര ബെറ്ററാണ്. പിന്നെ നമ്മുടെ ഇൻകം ടാക്സ് ആംഗിളും GST ആംഗിളും ബേസിക്കലി സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത് നമ്മുടെ കളക്ഷൻ്റെ ഒരു വലിയൊരു മേജർ കളക്ഷൻ. നമ്മുടെ റവന്യൂ 2 ടൈപ്പാണ് വരുന്നത്, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ, പിന്നെ അത് ക്രെഡിറ്റ്സും ഉണ്ട്. അപ്പോൾ ഒരു ടാക്സ് റവന്യൂ ആണ് മേജറായിട്ട് പോർഷൻ വരുന്നത്. അറൗണ്ട് നമ്മുടെ എക്കണോമിയിൽ ഒരു 38,000 കഴിഞ്ഞ 23-24 എൻ്റെ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 30,563 crores 3563 crores ആണ് നമ്മുടെ GSTയിൽ നമ്മുടെ കളക്ഷൻ. അത് നമ്മുടെ ടോട്ടൽ കളക്ഷൻ്റെ 37.14% ആയിട്ടാണ് വർക്കൗട്ട് ചെയ്യുക. ഇൻകം ടാക്സ് കളക്ഷൻ, ഇന്ത്യയുടെ ടോട്ടൽ ഇൻകം ടാക്സ് കളക്ഷൻ ഓൾമോസ്റ്റ് അറൗണ്ട് 22 lakhs crores-ൽ നിന്ന് ഇന്ത്യയുടെ കേരളത്തിൻ്റെ കളക്ഷൻ കഴിഞ്ഞ കൊല്ലം 23,814 crores ആണ്. മീൻസ് സത്യം പറഞ്ഞാൽ നെഗ്ലിജിബിളാണ് പെർസെൻറ്റേജ് വർക്കൗട്ട് ചെയ്യാം. 22 lakhs crores നിന്ന് കേരളത്തിൻ്റെ കളക്ഷൻ വരുന്നത് 23,814.36 crores ആണ്. അതിന് കൂടുതൽ സാങ്കത്യമായിട്ട് എനിക്ക് പറയാനുള്ളത് വയനാട് എന്നുള്ള വയനാട് എന്നുള്ള ഡിസ്ട്രിക്റ്റിൻ്റെ ടോട്ടൽ കളക്ഷൻ വരുന്നത് വെറും 15 crores ആണ്. 15 crores ആണ്. അപ്പോൾ ജസ്റ്റ് എക്കണോമി ഇൻഡിക്കേറ്റേഴ്സ്, കൃത്യമായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കേരളത്തിൽ ടാക്സ് റവന്യൂ എൻ്റെ ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് 3-4 കൊല്ലങ്ങളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നൊരു സ്റ്റാറ്റിക്സ് ഞാൻ തരാം. അതുകൊണ്ട് ഞാൻ ഫയൽ എടുത്തത്. കാരണം ഞാൻ പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഓത്തൻറ്റിക് ആയ ഡാറ്റ ആയിരിക്കണല്ലോ. ഒന്ന് ക്ഷമിക്കുക. ഇൻകം ടാക്സിൻ്റെ റവന്യൂ 21-22 നമ്മുടെ ബിലോ 20,000 crores ആയിരുന്നു. 9276 crores ആയിരുന്നു. ഞാനത് അതിന് മുൻപത്തെ പീരീഡ് എടുക്കുന്നില്ല, കാരണം ആ 2 കൊല്ലം എല്ലായിടത്തും കളക്ഷൻ കുറവായിരുന്നു. 22-23 നമ്മൾ 23,751 crores ആണ്. നല്ലൊരു ജമ്പ്, ബിക്കോസ് പോസ്റ്റ് കോവിഡിൽ നമുക്ക് എക്കണോമിയിൽ ജമ്പ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 23.2% ഇൻക്രീസ് ഉണ്ടായിരുന്നു. 23-24 നമ്മുടെ വളരെ നെഗ്ലിജിബിൾ ജമ്പാണ്. 23,815 crores, 0.3% ജമ്പ് മാത്രമേ കേരള എക്കണോമിയിൽ ഇൻകം ടാക്സ് ആംഗിൾ ഉണ്ടായിരുന്നു. നേരെ മറ്റു GST ആംഗിൾ, GSTയിൽ കോമ്പൻസേഷന് പുറമെ, കോമ്പൻസേഷൻ്റെ അതൊക്കെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. കോമ്പൻസേഷൻ സാധാരണ GST, നമ്മുടെ കേരള GSTയും IGST ഉണ്ട്. അതിനൊരു ടോട്ടൽ കളക്ഷൻ ഒരു ഫിഗർ ഉണ്ട്. നമ്മൾ കിട്ടുന്ന റവന്യൂ മീൻസ് ഒരു പെർസെൻറ്റേജ് നമ്മൾ കിട്ടുള്ളൂ. അത് കുറേ പോപ്പുലറായിട്ടുള്ള റോങ് ആയിട്ടുള്ള പെർസെപ്ഷൻസ് ഉണ്ട്. എനിവേ, നമ്മൾക്ക് 22-23
ലാസ്റ്റ് ഇയറിനെ സംബന്ധിച്ച് 21.72% ഇൻക്രീസ് ഉണ്ടായിരുന്നു. 21-22 24.43% ഇൻക്രീസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 23,985 crores ആയിരുന്നു 21-22 GST കളക്ഷൻ ടോട്ടൽ. വേറാസ് 22-23 29,195 crores ആയിരുന്നു. ബട്ട് ഇൻ 23-24 the increase is 5.99% only, 30,944 crores. ഇക്കൊല്ലം ആസ് ഓൺ ഇത് വളരെ ഒത്തൻറ്റിക്കായ ഫിഗറാണ്, കാരണം അത് നമ്മുടെ GSTൻ്റെ സ്പെഷ്യൽ കമ്മീഷൻ്റെ ഫിഗറാണ്. അപ് ടു നവംബർ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഇൻക്രീസ് 5.73% ആണ്. ബട്ട് ഇൻകം ടാക്സിൽ നമ്മുടെ റെൻറ്റ് റവന്യൂ 22% ഇൻക്രീസ് ഉണ്ട്, 22% ഇൻക്രീസ്. അപ്പോൾ ഇതാണ് ഒരു ഇൻഡിക്കേറ്റേഴ്സായി എടുക്കാൻ പറ്റിയെങ്കിൽ GSTൻ്റെ റവന്യൂവിൻ്റെ കുറവുണ്ട്, ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് കുറവുണ്ടെങ്കിലും ഇൻകം ടാക്സ് റവന്യൂവിൽ നല്ലൊരു ജമ്പ് നമുക്കുണ്ട്. ഇനി ഇൻകം ടാക്സിൽ നമ്മൾ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതിൻ്റെ ഒരു ബേസ്, കാരണം എനിക്കൊരു എക്കണോമിക് ഇൻഡിക്കേറ്റർ, എനിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രശ്നം എന്താ വെച്ചാൽ ഇൻകം ടാക്സിൽ സെക്ടർ വൈസ് അനലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇൻകം ടാക്സിൻ്റെ ഫോമാറ്റിൽ ബിസിനസ് എന്താണ്, ബിസിനസ് ഫൈനാൻസ് സെക്ടറാണോ, ഹോട്ടലാണോ, ഹോസ്പിറ്റാലിറ്റി സെക്ടറാണോ, IT എനേബിൾഡ് സെക്ടറാണോ എന്നുള്ള ഡാറ്റ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ ഒരു പോർട്ടലിൽ അനാലിസിസ് അടക്കമുണ്ട് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതുപോലും ശ്രമിച്ചാൽ ഞാൻ ഈ ഇക്കൊല്ലത്തെ അഡ്വാൻസ് ടാക്സ് ഒരു ഇൻട്രസ്റ്റിംഗ് ഡാറ്റ പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. കാരണം ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ടാക്സ് പെയർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എല്ലാം ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ, ഇന്ത്യയിലല്ല കേരളത്തിലെയും ഏറ്റവും വലിയ ടാക്സ് പേയേഴ്സ് ജോൺ മുത്തൂറ്റിന് നന്ദി പറയുന്നത് ഫൈനാൻസ് സെക്ടറാണ്, ബാങ്കിങ് സെക്ടറും ഫൈനാൻസ് സെക്ടറാണ്. അതിൽ കേരളത്തിലത്തെ ആദ്യത്തെ ആൾ വരുന്നത് 68th പൊസിഷനാണ്. അത് ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്കാണ്. അടുത്തത് വരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദര സ്ഥാപനമാണ് മുത്തൂറ്റ് ഫൈനാൻസിൻ്റെ. ഹി ഓൾസോ കംസ് ബിഹൈൻഡ് മുത്തൂറ്റ് ഫിൻകോപ്പ് 71% വന്നു. ദെൻ ആഫ്റ്റർ അറൗണ്ട് 121%ലേക്ക് മുത്തൂറ്റ് ഫൈനാൻസ് വരുന്നു, മുത്തൂറ്റ് ഫിൻകോർപ്പ് വരുന്നു. We have one of the highest tax അതെ, വൺ ഓഫ് ദ ഹയസ്റ്റ് Kerala- ടാക്സ് പേയേഴ്സ്. Kerala does. സോ ഇതാണ് കേരളത്തിലെ ഒരു ജനറൽ പൊസിഷൻ. പിന്നെ നമ്മൾക്കുള്ള ബേസിക് സെക്ടറിലേക്ക് വരുന്ന മുമ്പേ കേരളത്തിലെ ഇതിൽ വരുന്ന മെയിൻ ടോപ്പ് ടാക്സ് പേയേഴ്സ് മുഴുവൻ ഫൈനാൻഷ്യൽ കേൾക്കുന്നില്ല ഫൈനാൻഷ്യൽ സർവീസ് എന്നാണ്. ഫെഡറൽ ബാങ്ക്, മുത്തൂറ്റ് ഫൈനാൻസ്, മണപ്പുറം ഫൈനാൻസ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ദെൻ ജ്വല്ലറി, ജോയ ആലുക്കാസ്, കല്യാൺ ജ്വല്ലേഴ്സ്. ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ടോപ്പിൽ വരുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡാണ്, ഗവൺമെൻറ് സെക്ടറിലെ സാധനം. പിന്നെ വരുന്നത് കാത്തലിക് സിറിയൻ ബാങ്ക്, പിന്നെ സുഡ്കെം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, അത് ഈ വേറെ കെമിക്കൽ, അത് ബേസിക്കലി വഡോദര ബേസ്ഡ് ഗുജറാത്തീസാണ്. ബട്ട് അവരുടെ മെയിൻ ഫാക്ടറി ഇവിടെ കൊച്ചിയിലാണ്. അപ്പോളോ ടയേഴ്സ്, മലബാർ ഗോൾഡ്, ദെൻ കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ്, മുത്തൂറ്റ് ഫിൻകോപ്പ്, ദെൻ ദാറ്റ് ഇസ് യുവർ പൊസിഷൻ. ദെൻ അഗെയിൻ മലബാറിന് സ്പാർക്കിൾ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. മലബാർ ഇസ് സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. സോ അവരുടെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ദ ക്യാൻ ബി ഇൻ ദ 3rd or 4th പൊസിഷൻ. ദെൻ കേരള ഗ്രാമീൺ ബാങ്ക്. ഇതാണ് നമ്മുടെ ബേസിക്കലി ഇതിൽ വന്നിരിക്കുന്ന മേജർ ടോപ്പ് ടാക്സ് പേയേഴ്സ് ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ് സർവീസാണ്. പിന്നെ വന്ന് ഹോൾസെയിൽ ട്രേഡിംഗ് ആണ്. പിന്നെ മാനുഫാക്ചറിങ്ങിലൊക്കെ ഒന്നാണ്. ഇതാണ് കേരളത്തിൻ്റെ ഒരു പൊസിഷൻ. രണ്ടാമത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടെ ഞാൻ മതിയാക്കാം. ഇക്കൊല്ലത്തെ ടാക്സ് പോർഷൻ ഇൻക്രീസ് വരുമ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സും കൂടിയുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ മതിയാക്കാം. പിന്നെ എനിക്ക് ഈ ലോട്ടറിനെ പറ്റിയിട്ടും ഇതിനെപ്പറ്റി പറയാം, പിന്നെ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടെ ഞാൻ ജസ്റ്റ് അതാണ് എൻ്റെ ഉദ്ദേശം. കേരളത്തിലെ ജമ്പ് ഫൈനാൻസ് സെക്ടർ, കാരണം സാർ ഉണ്ടാവുമ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കേരളത്തിലെ കേരള ഗവൺമെൻറ് കയ്യിൽ ഡാറ്റ ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ ബേസിക്കലി ഏത് സെക്ടറാണ് സെക്ടോറിയൽ ഡാറ്റ, ഏത് സെക്ടറാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു ഒത്തൻറ്റിക്കായ ഡാറ്റ ഗവൺമെൻറ് ലെവലിൽ ഇല്ല. കാരണം GST റിട്ടേണിൽ ഈസ് ഓഫ് ഫയലിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് ഈ ഒരു ഡാറ്റ ഓൺലി പേഴ്സൻറ്റേജ് വൈസ് 3% കളക്ഷൻ എത്രയാണ്, 18% അതേ ഉള്ളൂ. ഇൻകം ടാക്സ് അതുണ്ട്. അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ അഡ്വാൻസ് ടാക്സിൽ ഏറ്റവും അധികം ടാക്സ് ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് പ്രൊഫഷണൽസിൻ്റെ സെക്ടർ, ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസിന്. പിന്നെ ട്രേഡിങ്, ദാറ്റ്സ് നാച്ചുറൽ. ദെൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫിഷ് ഫാമിംഗ് എന്നുള്ള ഹെഡിൽ വരുന്നു. ഫിഷ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ്റെയൊക്കെ എക്സ്പോർട്ട് അതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് 100% പക്കാവണമെന്നില്ല. കാരണം ഇൻഡിവിജ്വൽസ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ഫിഷ് ഫാമിംഗ്. ദെൻ ദർ ഇസ് എ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഇസ് എ ജംപ് ഇസ് ദ. ബട്ട് നെഗറ്റീവ് ഗ്രോത്ത് വരുന്നത് ഒന്ന് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ സെക്ടർ ട്രേഡിങ്ങിലാണ് വരുന്നത്.
അത് ജമ്പാണെങ്കിലും കൺസ്ട്രക്ഷനും ബിൽഡേഴ്സ് സെക്ടറും താഴോട്ടാണ്. അത് കൺസ്ട്രക്ഷൻ സെക്ടറിൽ നോമിനൽ ഡിക്രീസേ ഉള്ളൂ. പക്ഷേ റിയൽ എസ്റ്റേറ്റ് ആസ് എ ബിൽഡേഴ്സ് റിയൽ എസ്റ്റേറ്റ് സെക്ടറാണ് അത് 35.9% ഡിക്രീസാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ടോട്ടൽ എക്കണോമീൻ്റെ കോൺട്രിബ്യൂഷൻ അതാണെന്നുള്ള ഡാറ്റ ഞാൻ അടുത്തതിൽ പറയാം. താങ്ക് യു. Yeah, thank you. So Kerala is growing essentially. I mean, in terms of വെദർ എക്കണോമി yeah. ഒരു If it's a reflection of ഇൻഡിക്കേറ്റർ ആണോ എന്നുള്ളത് ഒരു സ്റ്റഡിയിൽ നെഗറ്റീവാണ്. അതറിയോ? ആക്ച്വലി ഒരു സ്റ്റഡി നടത്തുന്നത് ഡയറക്റ്റ് ആക്ഷൻ ഇസ് നെഗറ്റീവ്ലി പ്രൊപ്പോർഷൻ ടു ദ ഗ്രോത്ത് എന്നാണ്. ഇൻഡയറക്റ്റ് ആക്ഷൻ ഇസ് പോസിറ്റീവ്ലി പ്രൊപ്പോർഷൻ. അത് സിഗ്നിഫിക്കൻ്റ് അല്ല, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് സ്റ്റഡീസ് പറയുന്നത്. കൂടുതൽ ഡയറക്റ്റ് ടാക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമി സത്യം പറഞ്ഞാൽ ഗ്രോയിങ് അല്ല ഡിക്ലൈനിങ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സ്റ്റഡി കൂടി ഉണ്ട്. എനിവേ, Okay. So again, coming back to Thomas John Muthoot. അപ്പം നമ്മൾ പറഞ്ഞു, അതായത് ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രി ഓഫ് കോഴ്സ് ഡെമോൺസ്ട്രേറ്റഡ് ആൻഡ് IT സർവീസ് പ്രോബ്ലി ഓഫ് കോഴ്സ് although missed the bus, we still have a fairly decent size of activity. അപ്പം ഇനി ഇതല്ലാതെ അല്ലെങ്കിൽ of course Dr. Venu had touched upon some of the industries which are promising, but in your view, what do you think, which are the areas where Kerala can play to its strength? I just want to touch upon continue on what Dr. Venu just said. See, we'll have to really play on the strengths of Kerala, and we shouldn't go after big industries because we are wasting time going after big industries because we are not able to cater to the needs of the big industries. So, if you have to look at sector-wise, there's a lot we can do today. Tourism, like Dr. Warner said, tourism is one sector. Related to tourism, we can bring health tourism, which is again a big, in the last 5 years, if you have looked at the valuation of the health business, it has gone up 5x, 6x. And most of the hospitals have been acquired by private equity funds today. In Kerala, most of the bigger hospitals have been acquired by private equity. There is a lot we can do on the health sector, connecting it to tourism. It is within the tourism, what is happening today post-COVID is experimental tourism. People, today's younger generation wants to experience every time they travel. It's not the conventional travel and a holiday they want to take. They want to take really, for example, if they come to Wayanad, they want to experience Wayanad up to the core of Wayanad. They have to see the culture of Wayanad. They want to experience the cuisine of local food here. There's a lot people want to experience today. Angane varumbam tourism has got for Kerala, it's a very big industry. My recommendation to the government is that every year, if they are ruling for 5 years, take one sector and focus that year on that sector. One sector would be tourism and health. There's a lot we can do. Second year it can be IT and related industries. The third year can be something else. Retailing. Today, by 2030, the statistics say that the discretionary spending of a family would be almost 3 times of what. So if they have 100 rupees, they will spend 30 rupees on discretionary spending. There will be travel, eating out. All these are so retailing is going to be a big business. Our retailing, there is a lot. Restaurants, the local eateries, this is all going to be doing well in the next 5 years, I suppose. And there are a few other sectors also within the retailing. Automobiles, again, we don't have a ecosystem here for EVs. So it's not that polluting. If you have to create a EV manufacturing for a two-wheeler, you still can do it within the local environment. So these are a few sectors that can really do well in Kerala. And of course IT and the contribution of services, like what Jaydev said,
all the services put together in Kerala is contributing 60% to the GDP of Kerala. So if the and most of the services are non-polluting, if you can build more on services, it will be very good. Wonderful. Mr. Isaac, so if we look at, so your industry, staffing industry is closely aligned to, all other industries. So you provide manpower across the industries. So you know the movement of businesses generally. So what do large businesses say? Are they coming to Kerala? Are they more open to Kerala? What do you see, from a manpower deployment point of view? So, 2-3 dimensions to that. The first is the largest dynamic in employment the last 2 years has been that of GCCs, Global Capability Centers, set up in India. About 1,700 of them have come up, another 1,000 coming up. They employ about 1.5 million people now and rapidly growing. Out of 1,700 that are running, Kerala has got only 20. So that is that's a big gap. And that Kerala has to do more to attract more GCCs to Kerala, particularly since the availability of skilled talent in Kerala is significant. So we must play to our strength and invite GCCs to come. There are only 4 info parks in Kerala, including Kannur, which is I think coming up. They need to set up another 10 more. So that's one thing. That's one dynamic. The second is, if you take, let's say, 20 or 30 of our largest, we have 2,000 clients. If you take 20 or 30 of our largest clients, their requisitions for people for Kerala rank only alongside Bihar or some of the lesser growing states of India. It's also because of another point. Kerala's share of GDP in India is a losing share now. In 2001, Kerala had about 4.1% of the GDP of India. Today, that has dropped to about 3.8%. So clearly, the opportunities outside seem to be a little bit more, so people are investing more outside. And the third point is that a lot of people from Kerala are taking jobs outside, so the consumption here will also at some point stagnate. So I think there's got to be more done here to ensure that we create more employment, one. And second is that the government, its language and its narrative should also change. There is a need now for governments to sound less belligerent and to sound more welcoming. So, I'm personally aware that when we were looking at setting up a fairly large development center for one of our clients, one of the southern state governments offered to send a plane to pick up the delegation. I can't imagine that taking place in Kerala. So that's the sort of the encouragement that state governments do. So, and there's also a bit of competitiveness that's come in now among state governments about whom to woo and how. And in the south, Karnataka, Tamil Nadu, Telangana and Andhra Pradesh have mastered this game. So I think there's some catch up to do in this. If we grow IT, there's a multiplier effect. For every one person you employ, another 2 people get a job. Either it's related to services, logistics, the rural economy also picks up with that. So I think we have to focus on this segment a lot. And just one last point is that I think we should introduce coding and the capability to code at a much younger level in schools. So when they come out of schools itself, it should be something like liberal arts in the future. It should not be looked upon as a pure STEM kind of thing, So we produce good quality coders, they're certified, they get some industry acquaintance, and when they're more ready for camera when they're outside the system. So we have some takeaways for the early education. You have said about inculcating entrepreneurialism. So now again coding at a very early age. So these are interesting takeaways. So I'll go across to Mr. Ayub. So of course, you're again, so you're on, if you look at your own journey, so you raised here and you went abroad. And maybe, we should not fret much about how many industries we have, because I think our
our biggest strength is again our people. So should we actually see Kerala as more of an HR hub rather than an industry hub? What's your point of view? താങ്ക് യു. ഇപ്പോഴേ ഒരു പോയിൻ്റ് അതിനെ കണക്ട് ചെയ്തിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിനോദിൻ്റെ സ്ലോഗൻ ദ ഇന്ത്യാസ് ലാർജസ്റ്റ് റൂറൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഞാൻ വിനോദിനോട് ചോദിക്കാൻ വിചാരിച്ചത് വേറെ എവിടെയാ റൂറൽ ഫെസ്റ്റിവൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉള്ളത്? ഇപ്പം ബോസ് ഉണ്ട് ഇവിടെ, വേറെ എവിടെയാ ഇന്ത്യയിൽ പിന്നെ ബിനാലെ ഉള്ളത്? വേറെ എവിടെയാ ഇന്ത്യയിൽ ഒരു MT വാസുദേവൻ നായർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, എൻ്റെ പെങ്ങൾ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ബട്ട് ഓളോട് ഇപ്പോൾ MT മരിച്ചു എന്ന് പറഞ്ഞാൽ ഓൾക്കും ഒരു വേദനയുണ്ട്. വേറെ ഏത് ഇന്ത്യയിലെ വേറെ ഏത് സംസ്ഥാനത്തിലാണ് ഉള്ളത്? അപ്പോൾ HR ഡൊമിനൻ്റ് അല്ലെങ്കിൽ HR ആസ് എൻ അസറ്റ് ആയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളെ ഞാനും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതിലൊരു അസറ്റുള്ള രാജ്യമാണ് ഡച്ച്. ഡച്ചിൻ്റെ ഒരു ഗുണം, അവർ ട്രേഡേഴ്സാണ് നമ്മളെപ്പോലെ തന്നെ, പക്ഷെ അവർ ട്രേഡേഴ്സുമാണ്, കൊളോണിയൽ ബോസസുമാണ്. അവർക്ക് കൊളോണിയൽ പൈസ കിട്ടിയപ്പോൾ അവർ നല്ലോണം ആംസ്റ്റർഡാമിലെ കനാലെല്ലാം നല്ലോണം കെട്ടിപ്പടുത്ത് അവർക്ക് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. സെക്കൻഡ് വേൾഡ് വാറിന് മുന്നേ തന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. നമ്മൾ പിന്നെ നമ്മൾക്കൊരു ഒരു വല്ലാതെ അറഗൻ്റ് ആയിട്ടുള്ള ഒരു ഗവർണർ ഉണ്ടായിരുന്നു, CP തുടങ്ങിയതാണ് 30കളിലെ ട്രാവൻകൂർ കെമിക്കൽ. പിന്നെ ഇവിടെ മലബാറിൽ വന്ന വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്. അതിൻ്റെ നടുക്ക് കാര്യമായിട്ടൊന്നുമില്ല. കൊല്ലം ഭാഗത്ത് ഒരു റെയർ എർത്ത് ഉണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ്, പിന്നെ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റിസോഴ്സസ് ഓഫ് ദ റെയർ എർത്ത്. നമുക്കൊരു ഇൻഡസ്ട്രിയൽ മൈൻഡ് സെറ്റ് ഇല്ല. പക്ഷേ നമുക്ക് ഒരു മിഡിൽ ക്ലാസ്, പിന്നെ നിങ്ങൾക്ക് പിന്നെ മുത്തൂറ്റ് ഗ്രൂപ്പിന് കുറച്ചുകൂടി ഭംഗിയായിട്ട് പറയാൻ പറ്റും. അവരുടെ ലീഡർഷിപ്പും അതിൻ്റെ താഴെ വളരെ ഡിസിപ്ലിൻഡ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടീം ഉള്ളതുകൊണ്ടാണ് അവർ 40,000 കോടി റുപ്യേൻ്റെ ഒരു കമ്പനി ബിൽഡ് ചെയ്തത് കോലഞ്ചേരി എന്നുള്ള ഒരു ഹെഡ് ക്വാർട്ടറിൽ നിന്ന്. ബിക്കോസ് അവർ ഒരു തവണ പോലും ഇത്രയും കാലമായിട്ട് ഒരാളെയും പൈസ കൊടുക്കാണ്ട് നിന്നിട്ടില്ല. അതൊരു ഹ്യൂമൻ മാനേജ്മെൻ്റ് ആണ്. ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ ഹ്യൂമൻ മാനേജ്മെൻറ്റ്. അവരിപ്പം മൂന്നാമത്തെ തലമുറയിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ ആ ഹ്യൂമൻ മാനേജ്മെൻറ്റിനെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിനെ, ഈ ഹോണസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ഞാൻ GCCയിൽ കണ്ട ഓരോ എംപ്ലോയറും. മലയാളി എന്ന് പറയുമ്പോൾ അവനിക്കൊരു വിശ്വാസ്യതയുണ്ട്, അത് നമ്മളൊരു അസറ്റാണ്. ആ അസറ്റിനെ കീപ്പ് ചെയ്ത് കൊണ്ടിട്ടുള്ള അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഗ്രൗണ്ട് ലെവൽ, അഥവാ അത് 90 പിന്നെ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തന്നെ മിഷണറീസ് തുടങ്ങിയ NTTF, ഇവിടെ NTTF തലശ്ശേരി തുടങ്ങിയത് നിങ്ങൾക്കെല്ലാം അറിയുന്ന കഥകളെ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ കോതമംഗലം അവിടെ ഇവിടെയൊക്കെ നല്ല എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയതൊക്കെ ഒരു അസറ്റായിരുന്നു. നിങ്ങൾക്കറിയോ, UAEയിലെ ലാർജസ്റ്റ് അസോസിയേഷൻ ഇവിടുത്തെ കേരളത്തിൽ നിന്നുള്ള കോളേജ് അലൂമിനി അസോസിയേഷനാണ്. അവരാണ് അവിടുത്തെ മേജർ പെട്രോകെമിക്കൽ കോംപ്ലക്സും കെമിക്കൽ കോംപ്ലക്സും ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഒക്കെ സെക്കൻഡ് ടയർ എംപ്ലോയീസ്. അവരാണത് ബിൽഡ് ചെയ്തത്, മലയാളിയാണ് ബിൽഡ് ചെയ്തത്. പിന്നെ എഗെയിൻ സെയിം ക്ലോസർ ഇൻ സൗദി അറേബ്യ. ഞാൻ ജീവിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ അസറ്റിനെ ഇനി എൻഹാൻസ് ചെയ്യുക. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വേണു പോയി ഇവിടുന്ന്, നമുക്കിവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എൻ്റെ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം കുട്ടികളെല്ലാം കണ്ണൂർ വരും. എൻ്റെ ഗ്രാമത്തിൽ നിന്ന് എന്തോ പഠിക്കുന്ന ലിഫ്റ്റ് ടെക്നോളജി, എത്രയോ പൈസ കൊടുക്കുന്ന 1 ലക്ഷം റുപ്യ, എങ്ങനെയോ കൊടുക്കുന്ന അമ്മൻ്റെ താലി പിന്നെ പണയം വെച്ചിട്ട് ആ ക്വാളിറ്റീനെ എൻഹാൻസ് ചെയ്യണം, നമ്പർ 1. അതിനെ കുറച്ചുകൂടി മോണിറ്റർ ചെയ്യണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. നമ്പർ 2, എംപ്ലോയബിൾ എൻജിനീയേഴ്സിനെ ഇനി നമുക്ക് വേണ്ടു, എംപ്ലോയബിൾ അല്ലാതെ എൻജിനീയേഴ്സിനെ നമുക്ക് വേണ്ട. നമ്പർ 3. നമ്പർ 4, നമ്മൾ ഈ പറയുന്ന ഫ്യൂച്ചറിൽ ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ ഈ കുറേ AI, ChatGPT ഇതുപോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റിംഗ് ഫെസിലിറ്റി, ഗ്ലോബൽ ഫെസിലിറ്റി, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ 33 മില്യണിൽ ഏകദേശം ഒരു 5 മില്യൺ കുട്ടികൾക്ക് പറക്കണം. ഒരു കുട്ടിക്കും ഇവിടെ കേരളത്തിൽ നിൽക്കണ്ട. ഇപ്പോൾ ഒരു 18 വയസ്സുള്ള ഒരു കുട്ടീനോടും ചോദിച്ചാൽ കേരളത്തിൻ്റെ പൂങ്കാവനും പുഴയൊന്നും ഓനിക്ക് കാണണ്ട. ഓനിക്ക് ജർമ്മനിയിലോ അല്ലെങ്കിൽ ഹോളണ്ടിലോ പോയി സുഖമായിട്ട് അവിടെ ജീവിക്കണം, അതാണ് അവൻ്റെ സ്വപ്നം. പക്ഷെ അതിന് ചിറക് കൊടുക്കലാണ് നമ്മളെ പണി. അതൊക്കെയാണ് ഇത്തരത്തിൽ ചർച്ചകളിലെ ഒരു കമ്പൈൻഡ് ഒരു തോട്ട്സ് വരേണ്ടത്. Thank you. So again, coming back to Kerala economy and growth. So what is generally being spoken is that ഈ മദ്യവും ലോട്ടറി ഇല്ലെങ്കിൽ
കേരള സർക്കാർ എന്ത് ചെയ്തേനെ? നമുക്ക് അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നികുതി പണം കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് ഈസ് ഇറ്റ് ട്രൂ? സോ വാട്ട് ഈസ് ആക്ച്വലി ദ സ്റ്റേറ്റ് ഓഫ് പ്ലേ? ഇതൊരു ആക്ച്വലി എൻ്റെ ഡൊമൈനല്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കൂടി ഒരു സബ്ജക്റ്റ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത സബ്ജക്റ്റാണ്. അപ്പോൾ ഞാനത് സ്റ്റഡി ചെയ്യാറുണ്ട്. അത് ഞാൻ ഒത്തൻറ്റിക്കേറ്റ് അതിൻ്റെതായ ഒത്തൻറ്റിക് സോഴ്സിൽ തന്നെ ഡാറ്റ എടുത്തു. ബേസിക്കലി സാറ് പറഞ്ഞ നമ്മുടെ സർവീസ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ മേജർ 63%, ബാക്കി 23% ഇൻഡസ്ട്രിയും, ബാക്കി അഗ്രികൾച്ചർ പ്രൊഡ്യൂസാണ്. അതാണ് നമ്മുടെ ജനറൽ എക്കണോമി വിക്കിപീഡിയയും പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഇതിൻ്റെ കൃത്യമായ സ്റ്റഡി ഗവൺമെൻറ് മേഖലയിൽ ഇതിന് കൃത്യമായ സ്റ്റഡി ഇല്ല. സാറ് പറഞ്ഞ പോലെ ഇപ്പം ഇങ്ങനെയുള്ള പല സെക്ടറും വേണം. ഡാറ്റ എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഡാറ്റ കുറവാണ് നമ്മൾ. സാറ് ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻസ് പറയുകയും സാറ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ഇതിനെ പറ്റി കൃത്യമായ സ്റ്റഡിയും അതിനെപ്പറ്റി ഡാറ്റ ഇതും ഇല്ല. നമ്മളിതിപ്പം ഫിനാൻഷ്യൽ സെക്ടറിലാണ് ഏറ്റവും വലിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പല ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടോ എന്ന്. അതുകൊണ്ട് ഈ ഡാറ്റ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. അപ്പോൾ ഇതിൽ ലോട്ടറി ഇതാണ് ബേസിക് പറയുന്നത്. ലോട്ടറിയും മദ്യത്തിൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മുടെ ഓൾമോസ്റ്റ് 135 ലാക്സ് ക്രോസാണ് നമ്മുടെ എക്കോണമി വേണം. അതിൽ 80,000 സംതിങ്ങോളം ആണ് ടാക്സ് റവന്യൂ അതർ റവന്യൂ വരാൻ. അതിൽ 37 ഞാൻ നേരത്തെ പോലെ 37.14% ആണ് പിന്നെ GST വരുന്നത്. നമുക്ക് പിന്നെ എക്സൈസ് ഡ്യൂട്ടി വരുന്നത് മാത്രം ലിക്കറിന് മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പം 2,944.02 ക്രോസാണ് കേരളത്തിൻ്റെ 23-24 എക്സൈസ് ഡ്യൂട്ടി കളക്ഷൻ. യു ക്യാൻ കമ്പയർ ഇറ്റ്. ദെൻ ലിക്കറിന് പെട്രോളിൽ നിന്നും സെയിൽസ് ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ 27,691.04 ക്രോസ്, 27,691 ക്രോസാണ് ടോട്ടൽ സെയിൽസ് ടാക്സ്. GST 38,000 ക്രോസ് ഉണ്ടാവും. 27 അതിൽ നോർമലായിട്ട് അതിൽ കൃത്യമായിട്ട് നമ്മൾക്ക് ഇത് 40 ഇതാണ് ഡാറ്റ ഇല്ല എന്ന് പറയുന്നത്. നമുക്കിത് പെട്രോളിൽ നിന്നാണ് വരുന്നതോ പിന്നെ ഇതൊന്നും കൃത്യമായ ഡാറ്റ ഇല്ല. പക്ഷേ നോർമലി 40% ആണ് ലിക്കറിന് വരുന്നത്. അത് വർക്കൗട്ട് അറൗണ്ട് 14,020 ക്രോസ്. അതാണ് ഇത്. അപ്പോൾ 17.41 ക്രോസാണ് നമുക്ക് അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ലിക്കറിന് നമുക്ക് 17.41 ക്രോസ് പെർസെൻറ്റേജ് ഓഫ് റെസീറ്റ് വരുന്നത് ജനറലി പറയാം. പിന്നെ വരുന്നത് ബിവറേജസ് കോർപ്പറേഷനാണ്. കാരണം ഇത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് പോകുന്നില്ല. ബിവറേജസ് കോർപ്പറേഷൻ്റെ പ്രശ്നം വെച്ചാൽ ദാറ്റ് ഇസ് ആക്ച്വലി റണ്ണിങ് ഇൻ എ ലോസ്. നമ്മുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് നമ്മുടെ ഒരു വിചാരം എന്തോ ഏറ്റവും ലാഭം ഉണ്ടാകുന്ന ഒരു ബിസിനസ്സാണ് ബിവറേജസ് കോർപ്പറേഷൻ. പക്ഷേ ആസ് എൻ ഇൻഡിവിജ്വൽ കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് കൺസേൺ എടുത്തിൽ ഇറ്റ് ഇസ് നോട്ട് എ ഹ്യൂജ് ലോസ് ഒന്നുമില്ല. ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി റണ്ണിങ്. സോ ഇപ്പം 247% GST ഇതൊക്കെ ഉണ്ടല്ലോ, അല്ല ഡ്യൂട്ടിയൊക്കെ ഉണ്ടല്ലോ. ദെൻ ഇതാണ് ലിക്കറിനെ സംബന്ധിച്ചോളം നമ്മൾ. അപ്പോൾ നമ്മൾ റയൽ 17.41% ഓഫ് ദ റവന്യൂ ലിക്കർ എന്നാണ് നമുക്ക് വേണം പറയാം. ഓക്കെ, ലിക്കർ ഈസ് എ ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി കേരള അല്ല റവന്യൂവിൽ ഏറ്റവും പെർസെൻറ്റേജ് ഓഫ് ഇതിൽ ലിക്കറിന് ഇൻകം ഉണ്ടാകുന്ന സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശാണ്. പിന്നെ തമിഴ്നാട്. കേരള അല്ല. പക്ഷെ നമ്മുടെ പോപ്പുലറായിട്ടുള്ള സെൻറ്റിമെൻറ്റ് കേരളമാണ്. സെക്കൻഡ് ലോട്ടറീൻ്റെ 2 ഇൻകമാണ് വരുന്നത്. ഒന്ന് ലോട്ടറി, നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്ന ടോട്ടൽ ലോട്ടറി ടേൺ ഓവർ 13,000 ക്രോസ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലോട്ടറി നമ്മൾ ടോട്ടൽ എക്കണോമീൻ്റെ 13% എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി ഡാറ്റ ഇങ്ങനെയാണ്. 12,592 ക്രോസാണ് വരുന്നത്. പക്ഷേ അതിൽ 1130 ഓൾമോസ്റ്റ് 1,203 ക്രോസാണ് ലോട്ടറിയിൽ നിന്ന് നമ്മൾക്ക് വന്ന നെറ്റ് റവന്യൂ. അതിന് പുറമെ അതിൽ GST പെർസെൻറ്റ് ഉണ്ട്. അത് 3,508.19 crores. ദാറ്റ് മീൻസ് 4,700 ക്രോസാണ്. മീൻസ് ഓൾമോസ്റ്റ് ഒരു 4% വർക്കൗട്ട്, 3 to 4% ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. രണ്ടും കൂടി 20%ലേക്ക് നിൽക്കുന്നു. പക്ഷെ നമ്മുടെ ഒരു പോപ്പുലർ ബിലീഫ് ഇതാണ് മേജർ ചങ്ക് ഓഫ് എന്നുള്ളത്. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിനെപ്പറ്റിയുള്ള ഡാറ്റ പല സ്ഥലത്തും ഇല്ല. പല സ്ഥലത്തും ഗവൺമെൻറ് ലെവലിലും സർവ്വമാനവന് കൃത്യമായി പെർസ്പെക്റ്റീവ് ഇത് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ പോപ്പുലർ പെർസ്പെക്റ്റീവ്. ഇതാണ് എനിക്ക് പറയാം. താങ്ക് യു. So let us debug that narrative. Only 20% come from lottery and liquor, not the entire tax revenue of the state. Okay. So that's it. I think we are coming to the last one round. So that's a common question to all panelists. That's the theme of this discussion. Is Kerala becoming more business friendly? So we see that lot of efforts, at least in terms of the narrative building point of view, lot of activity,
lot of positioning. But on ground, what do you see? Is Kerala becoming more business friendly? I'll start off with Mr. Muthoot. I'm also representing the southern states for the Confederation of Indian Industries. I am the vice chair. So I have an opportunity to travel all the southern states. Looking into Kerala from an outsider's perspective, there are good things happening in Kerala. The ease of doing business, we have gone up in September to almost to the top, I would say, is mainly because of the change in perception. അതെന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള എക്സിസ്റ്റിംഗ് ബിസിനസ്സും ബിസിനസ് ഹൗസസും പുതിയതായിട്ട് തുടങ്ങിയ ബിസിനസ്സും അവരോട് ഉള്ള ചോദിക്കുന്ന അവരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ പോസിറ്റീവായിട്ട് കൊടുക്കുന്ന ഒരു ഒപ്പീനിയൻ ഫീഡ്ബാക്കിലാണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പം തീർച്ചയായിട്ടും കേരളത്തിലെ എൻവയോൺമെൻറ്റ് ഫോർ ബിസിനസ് ഇസ് മൂവിങ് അപ്പ്. സോ in the coming years, I think it will be much better and more investments will come. നമ്മുടെ southern states, I'm not creating a divide between south and north, but if you look at the southern states, it's known as the Peninsular South, includes Maharashtra and all the other 5 southern states. If a multinational wants to invest in India, their first choice is always the southern states. And like what Ajit just said on GCC, it's a big opportunity. 1,700 companies have already come. 3,000 companies have already identified India to set up their GCC. And most of it has gone to Bangalore, Hyderabad, Delhi, Pune and all of that. Kerala will get its share, provided we are up on the ease of doing business infrastructure. For GCC, for them to come, you'll have to have a super class infrastructure. And the advantage of GCC, if they come, is that the salary levels are 3 times of a coder or a software engineer. It's almost 3 times. And they'll send a large team to India to head the, it's more of research. GCC is more of research R&D division of these companies. It's a big, if we are able to get, and Kerala will surely, I think, get its share, because 50% has already come, 50% they are looking out. All. Sure. So are things turning for the positive? What do you think? First is, like Mr. John said, our ease of doing business ranking has gone up from 21, I think, to 15. But we should get into the top 10. One. Second is, our capital outlay as a percentage of budget is about 8%. Gujarat is 25%. Tamil Nadu, Karnataka, Maharashtra, etc. are between 15 and 20%. So we are at about half of that. We have to increase capital outlay in our budgets. Then the third point is that there are a lot of Malayalis now working in senior positions in many corporations. And I think they have finally at the end of the day, you have also an affinity, an aspiration to connect with your homeland and you want to do something there. I think we should pool that ability to get senior executives to look back at their state. And definitely there is a feeling that Kerala is an evolved state. During COVID, during health emergencies, it clearly showed what it could do. Its state of health infrastructure is much greater than somewhere else. It's the only state in India, I think, which has 4 international airports. And that's a big positive. So there are a lot of things going. It's road infrastructure. Today I was driving down from Karnataka to Wayanad. The moment you cross the Karnataka border, the roads improve. The moment you cross, So I think there's a lot of advantages in Kerala. We need to harvest it now. Time is now when we have to build the narrative strongly, have a concerted conversation with industry, and also if you get 2-3 lighthouse projects, get a GE, get a good bank to come and set up shop, other people will follow through. So there has to be thinking on these lines in the state. Sure. Got it. So, yeah. 2 things.
വൺ ഈസ് നമ്മളിപ്പോൾ ഒരുപാട് കാലമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരള ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആണോ അല്ലേ എന്ന്. ആ ക്വസ്റ്റ്യൻ വന്നതിൻ്റെ ഒരു റൂട്ട് ലെവല് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രേഡ് യൂണിയനിസം, ദെൻ മിലിറ്റന്റ് ട്രേഡ് യൂണിയനിസം, ദെൻ കംസ് നോ ട്രേഡ് യൂണിയനിസം ഓർ ഡിജിറ്റൽ വേൾഡിലൊന്നും ട്രേഡ് യൂണിയനിസം കാര്യമായിട്ടില്ല. രണ്ട്, ഇപ്പം എൻ്റെ കോ പാനലിസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റിന് ദർ ആർ ടു എലമെൻറ്റ്. നമ്മളുടെ പിന്നെ ക്യാപിറ്റൽ ഔട്ട്ലേ, നമ്മളുടെ പിന്നെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വാസ് വൺ ഓഫ് ദ മോസ്റ്റ് നോട്ടീസ്ഡ് ഡ്യൂറിങ് ദ കോവിഡ് പാൻഡമിക് ടൈം. ഇവിടുത്തെ വാക്സിനേഷൻ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. പൈസ പിന്നെ ഇവിടുത്തെ വില്ലേജിൽ എത്തിയിട്ട്, ഇപ്പോൾ വയനാട്ടിൽ ഇവിടെ ഇരുന്നിട്ട് ഒരു 100 കിലോമീറ്റർ ദൂരെ പോയാലും ദർ ഈസ് എ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ദർ ഈസ് എ കോസ്റ്റ് ഓൺ ഇറ്റ്. ആ കോസ്റ്റ് ഓൺ ഇറ്റ് ഈസ് ഇൻ ദ ബഡ്ജറ്റ്. അപ്പോൾ കേരളത്തിൻ്റെ ബഡ്ജറ്റ് ഈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ആണെങ്കിലും ഇവിടുത്തെ പിന്നെ ടോട്ടൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സാലറി സ്ട്രക്ചർ ആയാലും, അതുകൊണ്ട് തന്നെ വി ആർ ഓൾവേസ് ഓൺ എ ഹൈ ഡെഫിസിറ്റ്. ആ ഹൈ ഡെഫിസിറ്റിൻ്റെ പിന്നെ പ്രോബ്ലമാണ് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരാതെ. അപ്പോൾ ഹ്യൂമൻ ഇൻഡെക്സിൽ ഇപ്പോൾ ഗുജറാത്തിന് ദേ ഡോണ്ട് കെയർ ബോട്ടം ലൈനിലുള്ള ഒരുത്തനും. അവിടെ പിന്നെ ഹാഫ് ഓഫ് ദം ആർ നോട്ട് ഹ്യൂമൻ ഇൻ എൻ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഐ ലിവ് ദർ. സോ സോറി ടു സേ ദാറ്റ്. പിന്നെ ആ ലെവലിൽ നോക്കുമ്പോൾ വി ഹാവ് ടു ഡു എവറിത്തിങ് വാട്ട് വി ആർ ഡൂയിങ് ആൻഡ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിനാഷണൽ ഇൻവിറ്റേഷൻ ബൈ ദ സീനിയർ എക്സിക്യൂട്ടീവ്. ഇപ്പോൾ നിസാൻ ഇവിടെ നല്ലൊരു R&D തുടങ്ങി, ബിക്കോസ് their global CTO is from Kerala. അപ്പം ഈവൻ ഞാനടക്കം ഇവിടെ എന്തെങ്കിലും ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നില്ല, ഇനി നടക്കാം. There are a pool of global senior executives around the world. അവരെയെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതാണ്. I know they are working on it, but there is a end of the tunnel, there is a light. ഗ്രേറ്റ്. ഓക്കെ. ഈസ് ഓഫ് ഡൂയിങ് ഞാൻ ഒഫീഷ്യലത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ പറയാനില്ല, പക്ഷെ എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റാറ്റിക്സ് കൂടെ തരാം. വയനാടിൻ്റെ ടോട്ടൽ GST കളക്ഷൻ എത്രയാണെന്ന് പറയാം? 129 crores. ഔട്ട് ഓഫ് ഇറ്റ് 82 crores ഈസ് ദ റവന്യൂ. കമ്പാരിറ്റീവ്ലി വയനാട്ടിൽ സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു ഫിഗർ ആയെന്ന് പറഞ്ഞാണ്. ഈസ് ഓഫ് ഡൂയിങ് എന്നുള്ളതിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഐ ആം പാർട്ട് ഓഫ് എൻ എൻഫോഴ്സ്മെൻറ്റ് സിസ്റ്റം ഫോർ ദ ലാസ്റ്റ് ഓൾമോസ്റ്റ് 32 years. കണ്ടമാനം റെയ്ഡ്സ്. ഐ വാസ് മെയിൻലി വർക്കിംഗ് ഇൻ സെർച്ച് ഇൻവെസ്റ്റിഗേഷൻ. ജോൺ നോസ് ഇറ്റ്. നമ്മൾ പക്ഷേ ആ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇൻകം ടാക്സസ് എസ്പെഷ്യലി, ഒരു സർവീസ് ഏജൻസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളോട് ടാക്സ് പേ സർവീസിൻ്റെ സെക്ഷൻ ഞങ്ങളുടെയൊക്കെ പേരിൽ ഇപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ, സർക്കിൾ 1 കാലിക്കറ്റ് ആൻഡ് ടാക്സ് പേ സർവീസിൻ്റെ വേർഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സാറ് സഖി തോമസ് സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. സാറായിരുന്നു DGIT സിസ്റ്റംസ് ഓഫ് ഓൾ ഓവർ ഇന്ത്യ. റീഫണ്ട്സ് 1 day അല്ലെങ്കിൽ വിത്തിൻ 24 hours കൊടുക്കുന്ന അവസ്ഥ. റിട്ടേൺ പ്രോസസ്സിങ് പണ്ടൊക്കെ 2 കൊല്ലം, ജോണിനൊക്കെ അറിയാം, ഒരു റീഫണ്ട് കിട്ടേണ്ട കഷ്ടപ്പാട് എത്ര ഉണ്ടായിരുന്നു അറിയാം. ദാറ്റ് ഈസ് ചേഞ്ച്ഡ്. അസസ്മെൻറ്റ്സ് ഇപ്പോൾ ഫേസ്ലെസ് ആക്കി. അപ്പോൾ ഒന്ന് കറപ്ഷൻ കുറയും, രണ്ടാമത് കൂടുതൽ ഒത്തൻറ്റിക് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി ഈസി വേ ഓഫ് ഡൂയിങ് തിങ്. സ്ക്രൂട്ടിനിയാണ് വലിയൊരു പ്രശ്നം. സ്ക്രൂട്ടിനി എന്താണെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ ഇൻകം റിട്ടേൺസ് വരുമ്പോൾ ഞാൻ GSTയിലേക്കും വരാം. കാരണം GST ഐ തിങ്ക് ദേ ആർ ട്രൈങ് ടു ഫോളോ ദ പാത്ത്. അവരും ഇപ്പോഴും ഒരു ടാക്സ് പേ സർവീസും അതേപോലെ ഫേസ്ലെസ് അസസ്മെൻറ്റിലേക്കൊക്കെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി സെൻട്രൽ GSTയിലുണ്ട്, കേരള GST കൂടെ തിങ്കിങ് സീരിയസ്ലി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഒന്ന് ബേസിക്കലി 2 ടൈപ്പാണ്. ഒന്ന് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ പ്രശ്നം, പിന്നെ ഈ എന്താണ് ലൈസൻസ് രാജ്. ഈ 2 തരത്തിലും ബാക്കി അതിനെപ്പറ്റി ഞാൻ പറയാൻ ആരുമില്ല. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി തലത്തിൽ ഈസ് ഓഫ് ഡൂയിങ് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാമെന്നില്ല. പണ്ട് 100 ഞങ്ങൾ ഇൻസ്പെക്ടറായിരിക്കുമ്പോൾ ഒരു കേരളത്തിൽ 100 സെർച്ച് നടത്തിയതിൽ ഇപ്പോഴും നമ്മൾ നടത്തുന്ന 10 സെർച്ചസാണ്. മീൻസ് അതേമാതിരി സർവേസ് എല്ലാം ഫേസ്ലെസ് ആക്കി. അതിനൊരു വലിയൊരു പെർമിഷൻ ലെവലൊക്കെ മാറി. പിന്നെ മേജർ കോൺസെൻട്രേഷൻ ടാക്സ് പേ സർവീസാണ്, ഗ്രീവൻസ് ഡിസ്ട്രസൽ. ഇതിലേക്ക് മെല്ലെ ഗവൺമെൻറ് പെർസ്പെക്റ്റീവിൽ മാറിക്കൊണ്ടിരിക്കുന്നതിന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങൾ കുറേ ഉണ്ടെങ്കിലും ഐ കനോട്ട് എക്സ്പ്രസ് ഇറ്റ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
സാറൊക്കെ ഇറ്റലിയിലും ഫോറിനിലൊക്കെ വലിയൊരു ബിസിനസ് വലിയ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു അജിത് സാറാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും നമ്പർ ഓഫ് ലേബർ ഫോഴ്സിൻ്റെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. പിന്നെ മുത്തൂറ്റിൻ്റെ ബ്രാഞ്ച് നമുക്ക് കാണാം. ഞാൻ ഉജ്ജയിനിലൊക്കെ ഇവിടെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഈ ഇൻറ്റീരിയേഴ്സിലേക്ക് UP-യിലൊക്കെ ഇൻറ്റീരിയേഴ്സ് പോകുമ്പം മുത്തൂറ്റ് ഫൈനാൻസും നമ്മൾ മുത്തൂറ്റായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലാത്ത സമയത്തും അത് കാണുന്നു. വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. അങ്ങനെയുള്ളൊരു അപ്പോൾ അങ്ങനെയുള്ള മഹാരാജന്മാരെ എടുത്തിരിക്കുമ്പം ഈസ് ഓഫ് ഡൂയിങ്ങിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. എന്നാലും ഡിപ്പാർട്ട്മെൻറ്റ്സ് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആവുന്ന, ടാക്സ് പേയേഴ്സ് ഫ്രണ്ട്ലി ആവുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. താങ്ക് യു. Nice. Okay. So we are open to the audience, just in case there are any questions. Good evening. Wonderful listening to all you gentlemen. So the question is basically we are speaking about AGI, Artificial General Intelligence in the കാലാണ്. Disruptions, ടെക്നോളജി എങ്ങനെ ലേബർ മാർക്കറ്റ്സിനെ എക്കണോമിനെ ഡിസ്റപ്റ്റ് ചെയ്യും എന്ന് പറയുന്ന that is the one of the major discussion points. In that context, വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു റീസെൻറ്റ് റിപ്പോർട്ടിൽ കോർ സ്കിൽസ് 2023 കോർ സ്കിൽസിൽ റീഡിങ് റൈറ്റിംഗ് മാത്തമാറ്റിക്സ് ഒക്കെ 16 ആണ്. ഔട്ട് ഓഫ് 20 കോർ സ്കിൽ സെറ്റ്സ് ജോബ് സ്കിൽ സെറ്റ്സ് റിക്വയർഡിൽ 17 ഒക്കെ ആയിട്ടാണ് റീഡിംഗ് റൈറ്റിംഗ് മാത്തമാറ്റിക്സ് ഒക്കെ കാണുന്നത്. സോ ദ ക്വസ്റ്റ്യൻ പ്രിസൈസ്ലി ഈസ്, കേരള നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിന് ബേസ് ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു എക്കണോമി എന്നുള്ള നിലയിലാണ്, ഒരു നോളജ് എക്കണോമി എന്നൊക്കെയുള്ള നിലയിലാണ് നമ്മൾ അടയാളപ്പെടുന്നത്. ഗോയിങ് ഫോർവേഡ്, സേ ഫോർ എക്സാമ്പിൾ ദ നെക്സ്റ്റ് 12 years, ഇന്ന് LKG-യിലുള്ള സ്റ്റുഡൻസ് 2036 ഇറങ്ങുമ്പോൾ ദ വേൾഡ് ദേ ആർ ഗോയിങ് ടു സീ വുഡ് ബി കംപ്ലീറ്റ്ലി ഡിസ്ട്രപ്റ്റഡ് വേൾഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഹൗ ഇമ്പോർട്ടൻ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ for Kerala to remain competitive is the question, and it's rather a general question to all the panelists. ലൈക്ക് വാട്ട് ഐ സെഡ്, ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിൽ ഐ തിങ്ക് വിൽ ഹാവ് ടു ബ്രിങ് സം ഡ്രാസ്റ്റിക് ചേഞ്ചസ്. അതിലൊന്ന്, അവർ ഒന്നും തന്നെ സ്കൂളിൽ പഠിക്കുമ്പം ഒരു ഓൺട്രപ്രണർഷിപ്പിനെ പറ്റി ഒന്നും അറിയുന്നില്ല. അവർ +2 കഴിഞ്ഞ് കോളേജും കഴിയുമ്പോഴാണ് അവർ ചിന്തിക്കുന്നത് ഏത് ലൈനിൽ പോകണം. അപ്പോഴത്തേക്ക് അവരൊരു എംപ്ലോയ്മെൻറ്റ് ലൈനിലാണ് അവർ ചിന്തിക്കുന്നത്. So if you can bring this in the curriculum at the school stage, on a creative thinking, problem solving, curiosity, ഇതെല്ലാം നമുക്ക് early സ്റ്റേജിൽ കൊണ്ടുവരുവാണെങ്കിൽ we can always make them think there is another option to become, you will, it's not necessary that you should take employment. There is another option for you if you can start making them think. And problem solving is now required everywhere, whether you are in a business or otherwise. This is something which every day across we will have to solve 100 problems, and this is a skill one can really build. And once you have that skill, you can really excel, whether you are in employment or in ബിസിനസ്. അപ്പോൾ ഇതൊരു സ്കില്ല് നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന വളരെ നല്ലതായിരിക്കും. ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് വിൽ റിയലി ഗിവ് ദം ദ ഡയറക്ഷൻ ഓഫ് ആൻഡ് ആൻ ഓപ്ഷൻ ഇസ് വാട്ട് ഐ തിങ്ക്. So there's 2 points that I want to add to this. One is, I think in India we have to increase industry academia association. For example, in Germany, in Australia, in Switzerland, they have terrific apprentice programs. So apprentices are hired from the age of almost 16. So they have a choice then to continue higher education or to stay with a skill and vocational job. So that we have to stream into services also and ensure that people get opportunities to go from academia to industry, from high school to college. One is that. Second is, we have to encourage more grants and endowments to come into educational institutions. In the United States, there's about 90 to 100 universities that have endowments in excess of $1 billion. It's about 8,000 odd crores. Harvard, for example, has about $50 billion today. Columbia and other Ivy League have between 20 to about $35 billion. In India, all the endowments put together of all universities
is maybe less than 1 billion. So we have to get more grants and more endowments. If that comes, and the government has to encourage that, hopefully, there'll be income tax release for people who will give endowments, etc. And that money will then foster research. That research they will then commercialize into industry, and that there is a virtuous cycle that's set up. So all of that will then create a flow of people, talent into industry, and there is more vitality around the whole system. Those are two things which I think is useful for as we plan skills, curriculum, and academic structure for the future. ഇതിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ തന്നെ വന്ന ഒരു പ്രോബ്ലമാണ്. ഇവിടുത്തെ ടീച്ചിങ് കമ്മ്യൂണിറ്റി ഈസ് എ semi, I'm using the word very carefully, semi-militant community. That is one. Ividutte bureaucracy is one of the least corrupted community, but equally very slow, ineffective. ആ പിന്നെ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഞാൻ തന്നെ അനുഭവിച്ചതാണ്. സോ ദാറ്റ് ഈസ് ദ വൺ പാർട്ട്. ആ മൈൻഡ് സെറ്റ് മാറിയെടുക്കണം. അത് വരും. ഇതൊക്കെ ഇങ്ങനെയുള്ള ഡിസ്കഷൻ ഇതൊക്കെ വരുമ്പോഴാണ് വരുന്നത്. അതിൽ വരേണ്ടത് നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇപ്പോൾ നെക്സ്റ്റ് 10 year ഇപ്പം യുവാൽ ഹറാരിയൊക്കെ പേടിപ്പിക്കുന്ന ആൾ പറയുന്നത് ഒക്കെ നമ്മളിങ്ങനെ പിടിച്ചടക്കി കളയുന്ന കുറേയെല്ലാം പിടിച്ചടക്കും. പക്ഷെ പിന്നെ ഇതാ വരുന്നു ഇന്ന് നമ്മളെ കുട്ടികളിലേക്ക് മെസ്സേജ് ഇപ്പോഴേ കൊടുത്തു തുടങ്ങണം. അപ്പം നേരത്തെ പിന്നെ ഒരു സെഷനിൽ ബോസ് പറയുന്നുണ്ടായിരുന്നു, കുട്ടികളോട് എന്തിനാണ് നമ്മൾ ബിനാലെ നടത്തുന്നു എന്ന് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് കുട്ടികളോട് ഇതാ വരുന്നു എന്ന് പറയുന്നത്. ആ ഒരു എൻവയോൺമെൻറ്റ്, ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത് വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ട്. നിങ്ങൾ കുറേ പൈസ കൊടുത്താൽ അല്ല, ഞാനിതിൽ ഒരു അഭിപ്രായം പറയാൻ ആളെല്ലാം തോന്നുന്നാലും ഈ കറപ്ഷനും എഫിഷ്യൻസിയും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ അഭിപ്രായം ഇല്ല. കാരണം വെച്ചാൽ ബാക്കിയുള്ളത് എഫിഷ്യൻ സിസ്റ്റത്തിന് കറപ്ഷൻ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. കാരണം ഗവൺമെൻറ് സർവീസിലത്തെ പല ഇൻസെൻറ്റീവ്സ് എന്നുള്ള ലൈനിൽ കറപ്ഷൻ വരുന്നു. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിലും കാരണം റിസ്ക് എടുക്കാൻ ആൾക്കാരില്ല. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ പൊളിറ്റിക്സും മീഡിയയും ഇൻ്റർഫറൻസും വല്ലാതെ പ്രശ്നമാണ്. കാരണം ബ്യൂറോക്രാറ്റിക് ലെവലിൽ ഇൻഡിപെൻഡൻ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു എക്കോ സിസ്റ്റമാണ് കേരളത്തിലുള്ളത്. പല ആൾക്കാർക്കും അതുകൊണ്ടാണ് വളരെ സ്ലോ പേസിൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നു തോന്നുന്നു. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ലെവലിൽ ഡിസൈഡ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത് എഡ്യൂക്കേഷൻ നമ്മൾ പഠിപ്പിക്കുന്ന ലിഫ്റ്റ് ടെക്നോളജി, സാർ പറഞ്ഞു ലിഫ്റ്റ് ടെക്നോളജി എന്താണ് വേൾഡിൻ്റെ ചേഞ്ച്, വേൾഡിലേക്ക് എന്താണ്. കാരണം നമ്മൾ ഇതൊക്കെയാണ് നമ്മളൊരു ലെവൽ ഓഫ് അല്ലാണ്ട് നമ്മൾ ഇൻഡസ്ട്രി ഇവിടെ കേരളത്തിലെ എക്കോളജിക്കൽ ഫ്രജൈലായിട്ട് ലാൻഡിൽ വെച്ചിട്ട് ഇൻഡസ്ട്രീസ് കെട്ടിപ്പടിച്ചിട്ട് വലിയ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരേണ്ട ഒരവസ്ഥ എന്നും ഇതേപോലെ സർവീസ് സെക്ടറിലേക്ക് ചെയ്യുന്നത്. വേൾഡിലത്തെ ബിസിനസ് സെക്ടർ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നില്ല, എഡ്യൂക്കേഷൻ. കാരണം എഡ്യൂക്കേഷൻ ഹബ്ബും മെഡിക്കൽ ഹബ്ബ് ആക്കാൻ പറ്റുന്ന എൻവയോൺമെൻറ്റ് കേരളത്തിൽ. മെഡിക്കൽ വരുന്നുണ്ട്, ബിക്കോസ് പല ഇൻഡസ്ട്രീസും മെഡിക്കൽ അതിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സിസ്റ്റം ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവാം. ഇതാണ്. പിന്നെ ഇൻഡസ്ട്രി എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ മാവൂർ ഗാർഡൻസാണ്. മാവൂർ ഗാർഡൻസിന് വയനാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ എക്കോളജിക്കലി വലിയൊരു ഡാമേജ് ഉണ്ടാക്കിയ സാധനം. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടൻറ്റ് സാധനം ഇൻഡസ്ട്രിയിൽ. പിന്നെ ഈ ട്രേഡ് യൂണിയൻ കൾച്ചർ അത് വേറെ സബ്ജക്റ്റ് ഡിസ്കഷൻ വേറെയാണ്. എനിക്കിത് അധികം പറയാനില്ല, എന്നാലും ഐ ജസ്റ്റ് ഷെയറിങ് മൈ ഒപ്പീനിയൻ. താങ്ക് യു. I just wanted to congratulate. I have some personal experience that, I do believe that Kerala is getting into a better and better places, because one of my friend, I have partnership with one of my gallery partner in Bangalore. Okay, so we are setting up the building there. So each and every sector, we have to pay some kind of bribe to build that space. So I asked him, he's doing extremely well in Kerala with a couple of his factories and like a design centers. And I asked him, have you paid something like that in Kerala? So he said, I have paid, zero. There it was, he said, I had to pay 25. I thought it is 25,000. Later I got to know it is 25 lakhs for, electrical connection. That's also temporary connection.
So these other states, they get opportunities. I know, Hyderabad or anywhere you go, these are the kind of things. If you pay money, things will get it happen. But Kerala, it is very transparent, as you Ayub sir said. Bureaucracy, the process is so much. You really fed up doing something. That is one of the biggest hurdle in Kerala. I find it as kind of the process of making things happen. That is taking much more time, as you said. And everybody is fantastic, and congratulations. I wanted to congratulate the Wayanad Literature Festival, and it's especially rural. And I'm very happy to be here. It's a comment, and it's no question. Thank you. ഒരു ചോദ്യം കൂടിയുണ്ട്. ഹലോ സാർ, എൻ്റെ പേര് അനുരാം, ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ സ്റ്റാർട്ടപ്പ് പോലത്തെ പല കാര്യങ്ങളും ഒരു പുതിയൊരു വിപ്ലവം പോലെ കയറിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേരളം പോലത്തെ ഒരു സ്റ്റേറ്റ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നൊരു സംഭവം കൂടെ. ഇപ്പം വയനാട് തന്നെ ഇപ്പം നോക്കുവാണെങ്കിൽ റീസെൻ്റ്ലി ഇവിടെ വലിയൊരു ദുരന്തം അനുഭവിച്ചൊരു സ്ഥലമാണ്. അപ്പം ഈ കേരളത്തിലിപ്പം കൂടുതലും സ്റ്റാർട്ടപ്പുകളൊക്കെ കൂടുതൽ IT റിലേറ്റഡ് സംഭവങ്ങളും പ്രകൃതിക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ബിസിനസ് ഫീൽഡിലേക്ക് വരുന്നത്. പക്ഷെ ഇതൊന്നും കൂടാണ്ട് ഒരു യൂത്തിനെ സംബന്ധിച്ച് വലിയൊരു ഇൻഡസ്ട്രി തമിഴ്നാടും ഗുജറാത്തോ അവരൊക്കെ അവിടുത്തെ ജനങ്ങളൊക്കെ ചെയ്യുന്ന പോലെ വലിയൊരു ഇൻഡസ്ട്രി കേരളത്തിലേക്ക് യുവാക്കൾക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ പരിസ്ഥിതി എന്നുള്ളൊരു സംഭവം കൂടെ അതിൻ്റെ കൂടെ മുന്നിൽ നിർത്തിയിട്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇത് ഐഡിയയിൽ കേരളത്തിൽ ചെയ്യാണ്ട് ഇപ്പം ലുലു മുത്തൂറ്റൊക്കെ പോലെ പുറത്ത് കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണോ, കേരളത്തിന് വെളിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണോ നല്ലത്? അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയാം. കേരളത്തിന് പറ്റിയ ചില കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളിത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് മാനുഫാക്ചറിങ് കേരളത്തിൽ വലിയ മാനുഫാക്ചറിങ് കേരളത്തിൽ പറ്റത്തില്ല എന്നുള്ളത് പല കാര്യങ്ങളുകൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. ഒന്ന് സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി, പിന്നെ പൊല്യൂഷൻ, ഇങ്ങനത്തെ എല്ലാ കാരണത്താലും ഒരു മേജർ മാനുഫാക്ചറിങ് ഇപ്പോൾ തമിഴ്നാട്ടിലെ കർണാടകയിലെ തെലുങ്കാനയിലൊക്കെ വരുന്ന പോലെയുള്ള ഒരു മാനുഫാക്ചറിങ് കേരളത്തിൽ വരാനായിട്ട് ബുദ്ധിമുട്ട്. പക്ഷേ അതുപോലെ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്ന സർവീസ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൽ IT ആവാം, ടൂറിസം ആവാം, ഹെൽത്ത് സെക്ടർ ആവാം, റീറ്റെയിലിംഗ് ആവാം. റീറ്റെയിലൊക്കെ വളരെ നന്നായിട്ട് പോകാൻ എല്ലാ സാധ്യതയുള്ള ഒരു സെക്ടറാണ്. അപ്പം ഈ അടുത്ത ഒരു 10 വർഷം ഇന്ത്യയുടെ GDP ഒരു 6 to 7% ഗ്രോ ചെയ്യുകയാണെങ്കിൽ എല്ലാ സെക്ടറും ഗ്രോ ചെയ്യാൻ എല്ലാ സാധ്യതയുണ്ട്. അതിൽ കേരളത്തിനൊരു നല്ല ഭാവി അതിലുണ്ടാവും. ഈ പറയുന്ന സർവീസ് സെക്ടേഴ്സ് എല്ലാം തീർച്ചയായിട്ടും നല്ലൊരു ഭാവിയുള്ള സെക്ടേഴ്സാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതുകൊണ്ട് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് ഈ സെക്ടേഴ്സിൽ നിന്ന് ഒരുപാട് വരാനായിട്ട് സാധ്യതയുണ്ട്. So with this, we come to an end of the discussion. So we had a very, richness in terms of views and information and knowledge. So thank you very much, panelists.